ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത്, ഈ വീഡിയോക്ക് പിന്നിലൊരു കഥയുണ്ട് ഗൈസ്. അതെന്താണെന്നറിയോ? ഈ വീഡിയോ ഞാൻ എടുത്തത് 2024 ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് 2025 ഡിസംബറിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. ലൈക്ക് ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ പ്രഗ്നൻസി, ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഫുള്ള് ബിസി ആയിരുന്നു. പിന്നെ എൻ്റെ പോസ്റ്റ്മോർട്ടം അതും ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് മടി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു വീഡിയോ എടുത്തവരെ ഞാൻ മറന്നുപോയി. ഇപ്പം എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാൻ ഫോൺ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴോ ഈ വീഡിയോ കിടക്കണേ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഈ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയായി. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രാവൽ വ്ലോഗ് വിത്ത് മൈ ഫാമിലി. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും എൻ്റെ രണ്ട് പിള്ളേരായിട്ടില്ല, ഒന്ന് എൻ്റെ വയറ്റിലാണ്. അപ്പോൾ എൻ്റെ ഡെലിവറിക്ക് തൊട്ട് മുമ്പായിട്ട് പോയ ഒരു വ്ലോഗാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അങ്ങനെ പലതും കേൾക്കും. സൈലൻ്റ് ആയിട്ടുള്ള വീടൊന്നും അല്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഏഴാട്ടുമുഖം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റമായിട്ട് ട്രിപ്പായിരുന്നു അത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലെടുത്ത ഒരു പ്ലാനായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ അപ്പോഴേ പെട്ടി കിടത്ത് ഞങ്ങൾ ഏഴാട്ടുമുഖത്തോട്ട് വിട്ട്. ഞാനാണ് കേട്ടോ അത് ഫുള്ള് ഡ്രൈവ് ചെയ്തത്. എനിക്ക് ആ സമയത്ത് ഡ്രൈവിങ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു ലോങ് ഡ്രൈവൊക്കെ പോയാൽ കുഴപ്പമുണ്ടായിരുന്നു എന്ന്. കാരണം ഇത് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. അപ്പോൾ പോകുമ്പോഴൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്രൈവിങ്ങിനും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഫുള്ള് ഡ്രൈവ് ചെയ്തത്. എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടിട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പം നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തപ്പോഴേക്കും, സാധാരണ നമ്മളൊരു വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴത്തേക്കും വെള്ളം കുത്തി വിളിയണ ശബ്ദമൊക്കെ കേൾക്കേണ്ടതാണല്ലോ. അങ്ങനെ ഒരു ശബ്ദമേ അവിടെ ഉണ്ടായില്ല. അപ്പോഴേ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി, അയ്യോ വെള്ളമൊന്നും ഉണ്ടാവില്ലേ, ഫുള്ള് വറ്റിക്കടക്കായിരിക്കുമെന്ന്. യെസ്, ഞങ്ങളെ നിഗമനം വളരെ ശരിയായിരുന്നു. അവിടെ തരി വെള്ളം ഉണ്ടായില്ല. പാറക്കെട്ടുകളുടെ ഇടയിൽ കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു, അത്രേ ഉണ്ടായുള്ളൂ. ഒരു തരി വെള്ളം എന്ന് പറഞ്ഞാൽ തരി വെള്ളമില്ല. ഒരു ചീന കനാൽ അവിടെ ഉണ്ടായിരുന്നു. ആ കനാലിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ലല്ലോ. കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് പോയതായിരുന്നു. എന്ത് ചെയ്യാനാ, തരി വെള്ളം ഇല്ലാണ്ടായിപ്പോയി. അത്രയും ദൂരം യാത്ര ചെയ്ത് പെട്രോൾ അടിച്ച് അവിടെ ചെന്നത് തന്നെ നഷ്ടം, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റി, വെറൈറ്റിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തായാലും അവിടം വരെ വന്നതല്ലേ, അപ്പൊ പിന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് ഹെസ്സൊന്ന് കുറച്ചൊക്കെ അവിടെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ പോലെ തന്നെ വന്ന് പെട്ടുപോയതല്ല, പറ്റിക്കപ്പെട്ട ആൾക്കാർ. പിന്നെ നമുക്ക് അറിയില്ലല്ലോ അവിടെ വെള്ളമുണ്ടോ ഇല്ലയോ എന്ന്, നമുക്ക് ആരെ വിളിച്ച് ചോദിക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതേപോലെ അതുകൊണ്ട് നമ്മളെ പോലെ വന്ന ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്കും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അവരും പിള്ളേരെ ഇങ്ങനെ പാർക്കിലൊക്കെ കളിപ്പിച്ചു കാര്യങ്ങളൊക്കെ അങ്ങ് ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയത്തുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു തൂക്കുപാലം കണ്ട്. തൂക്കുപാലത്തിൻ്റെ അപ്പുറം കടന്നാൽ എന്താണ് കാഴ്ച എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ട് കസിൻസിൻ്റെ ഒക്കെ ഒപ്പം. പക്ഷെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടിട്ട് സ്റ്റെപ്പ് കയറി തൂക്കുപാലം കയറി അപ്പുറത്ത് പോയി ഒന്നും കാണാനില്ലെങ്കിൽ വേസ്റ്റ് ആവൂലേ എന്ന് വിചാരിച്ചിട്ട് പോകാനൊന്നും നിന്നില്ല. കുറച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇത്രയും ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ പെട്ടെന്ന് തന്നെ യാത്ര എങ്ങനെ തിരിക്കുക, അതുകൊണ്ടിട്ട് കുറച്ച് നേരം അവിടെ ഞങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു. കാരണം ഇനി എവിടെയെങ്കിലും കയറണമെങ്കിലോ, അപ്പോൾ പിന്നെ രാത്രി ആയി പോവില്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി എടപ്പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് ചായ കുടിക്കാനായിട്ട് കയറി. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, ലഞ്ച് കഴിക്കാനുള്ള മൂടൊക്കെ പോയിരുന്നു. വിശപ്പും ഉണ്ടായില്ല. കാഴ്ച കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ വിശപ്പൊക്കെ പാതി പോയി. പിന്നെ ഞങ്ങൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ചു. വണ്ടിയൊക്കെ പോകുന്ന കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അവിടെ ഇങ്ങനെ ചായ കുടിച്ചാൽ നിന്നപ്പോഴാണ്, ഓ എടപ്പള്ളി ഇവിടെ അടുത്തല്ലേ ഒന്ന്, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ലുലു മാളിൽ കയറാം എന്നുള്ള പ്ലാൻ വന്നതും. ലുലു മാളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലുലു മാളിൽ കയറിയത്. ലുലു മാളിൽ കയറി
ഹെസു എനിക്കൊന്ന് നടക്കാനായിട്ട് ആദ്യമായിട്ടാണ് ലുലു മാളിൽ വരുന്നത്. ഇതിനു മുമ്പ് ഹെസു പോയിട്ടുള്ളതൊക്കെ ഹെസു നടക്കാറായിട്ടുണ്ടായില്ല. പിന്നെ ലുലു മാളിൽ ചെന്ന് ഹെസുവിൻ്റെ ഡ്രാമ കാര്യങ്ങളൊക്കെ തുടങ്ങി. വെറുതെ കിടന്ന് കരയുന്നു, ആവശ്യമില്ലാതെ കരയുന്നു. പിന്നെ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ കൊണ്ടുകിടന്ന് ചേച്ചി ഉള്ളത് കൊണ്ടിട്ട് പിന്നെ ഹെസുവിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് ഉള്ള ഗുണം. നമ്മളെ സിബ്ലിങ്ങിനെ നമ്മൾ കൂടെ കൂട്ടുക, നമ്മുടെ കുട്ടിയെ അവരെ നോക്കിക്കോളും. നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം. നമുക്ക് അതിൻ്റെ യാതൊരു ടെൻഷനും നമുക്ക് ഉണ്ടാവില്ല. പിള്ളേരെ നോക്കേണ്ട ഒരാളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രീയാ. പിന്നെ ഞങ്ങൾ ലുലുമാള് വെറുതെ ഒന്നും ചെയ്യാനില്ല, ഒന്നും മേടിക്കാനില്ല, വെറുതെ ഇങ്ങനെ നടക്കുക. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അപ്പൊ പിന്നെ ചുമ്മാ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞിട്ട് സമയം പോകണ്ടേ. ചുമ്മാ ഇങ്ങനെ ലുലുമാള് ഫുള്ള് കറങ്ങി. അന്നാണ് ലുലുമാളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നത്. കാരണം ലുലുമാളിൽ ഇതിനു മുമ്പ് വരുന്ന സമയത്തെല്ലാം ഒന്നെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറും, അല്ലെങ്കിൽ ലുലു ഫാഷൻ സ്റ്റോറിൽ കയറും, അല്ലെങ്കിൽ ലുലു കണക്റ്റിൽ കയറും. ഇതും അല്ലെങ്കിൽ വെള്ളപ്പോഴും കൂടെ ഫൺ ടൂറുകൾ അതിൽ കൂടെ ഒന്ന് കറങ്ങി. പിന്നെ ഫുഡ് കോർട്ടിൽ പിന്നെ അങ്ങനെ പോകത്തേ ഇല്ല. ഫുഡ് കോർട്ടിന്റെ അതിൽ കൂടെ നടന്നു പോകുമെങ്കിലും ഫുഡ് കോർട്ടിലൊന്നും ഞങ്ങൾ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഫൺ ടൂർ ഒന്ന് ജസ്റ്റ് കാണണം. അവിടെ പോയി ഫൺ ടൂറിനെ കാർഡ് കൊടുത്തിട്ടില്ല. സോ ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ പരസ്പരം ചോദിക്കരുത്, പക്ഷെ ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടല്ലേ ലുലുമാളിൻ്റെ അകത്തുനിന്ന്. ചുമ്മാ വെറുതെ ആണ് എപ്പോഴും പോയിരുന്നത്. ഈ സമയത്താണ് ഞങ്ങൾ കണ്ടത്. ഇങ്ങനെ വെറുതെ വന്നപ്പോഴാണ് ഞങ്ങൾ ലുലുമാൾ എന്താണെന്ന് ശരിക്കും ഞങ്ങൾ കണ്ടത് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കൊച്ചിനെ ഒന്ന് ഫൺ ടൂറൊക്കെ ഒന്ന് കാണിക്കാന്ന്. കാരണം കൊച്ചിന് പിന്നെ ഇതൊക്കെ വർക്ക് ചെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അവളുടെ ഒരു സന്തോഷം ചുമ്മാ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു സന്തോഷമാകുമല്ലോ, അത് ഓർത്തു. അപ്പൊ അപ്പനമ്മ ഞങ്ങൾ കൂടെ വന്നിട്ടില്ല കേട്ടോ. അവർക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവർ ഫുഡ് കോർട്ടിൽ ഇരിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊച്ചിനെ കളിപ്പിച്ച് കഴിഞ്ഞ് വന്നപ്പോ കണ്ട കാണിച്ചെന്ന് പറഞ്ഞാൽ ഒരു മൂലൊക്കെ മാറി എഴുതുന്ന രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിക്കണം ഞങ്ങളെ വിളിക്കാതെ. അപ്പൊ ഞങ്ങള് വരുന്നതിന് മുമ്പ് കഴിച്ച് തീർക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ അത് ചീറ്റിപ്പോയി. ഞങ്ങൾ വന്നപ്പോഴേക്കും രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിച്ച് അത് പിടിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് ചിരിക്കുന്നു രണ്ടുപേരും കൂടെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കൊച്ചിനെ തിന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും മേടിച്ചോ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ തിരിച്ചില്ലേ. അങ്ങനെ കൊച്ചിനെ കൊടുത്തിട്ട് ഞാനും ചേച്ചിയും കൂടി ഫലൂഡ അന്വേഷണല്ലേ വന്നിട്ട് 2 ഷെയ്ക്ക് പറഞ്ഞു. അയാളൊരു ഫലൂഡയും പറഞ്ഞു, ഞാനൊരു ഷെയ്ക്കും പറഞ്ഞു. ഞാൻ എപ്പോഴും ഷെയ്ക്ക് മാത്രമേ കുടിക്കാറുള്ളൂ, എന്ത് ചെയ്യാനാ. പിന്നെ ഹെസു ഷെയ്ക്ക് ഫുള്ള് ഹെസു ആണ് കുടിച്ചത്. എന്നിട്ട് അയാൾക്ക് കുടിക്കാനൊന്നും പറ്റിയില്ല, അവൾക്ക് വേണമെന്നായിരുന്നു ഫുള്ള്. അന്ന് ഹെസു എൻ്റെ ചേച്ചിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ വിൽഷി എന്നാണ്. കാരണം ഹെസുവിനെ അത് ആൻറ്റി ആണെന്ന് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അവളെ അങ്ങനെ ആരും ആൻറ്റി എന്നൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഹെസു അച്ഛനെന്നാണ് വന്നത്. ഓക്കെ. പിന്നെ എൻ്റെ ചേച്ചിയോട് പെട്ടെന്ന് തന്നെ ഹെസു കമ്പനി. ചേച്ചി എൻ്റെ ഡെലിവറി സമയത്തൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ, അയാൾ ഫുള്ള് പുറത്തായിരുന്നു, ബഹ്റൈനിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ചു കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പർച്ചേസ് നടത്താന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി അല്ലറ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഹെസുവിനെ ദാഹിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഹെസുവിനെ കുറച്ച് വെള്ളം കുടിപ്പിക്കാനായിട്ട്, അവൾക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അവൾക്ക് വെള്ളം കുടിക്കാനായിട്ട് അവൾക്ക് വയ്യായിരുന്നു. പിന്നെ എഴുന്നേൽപ്പിച്ച് കിടത്തുന്നു, കുടിപ്പിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനായി. ഇതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോകുന്ന വഴി ഞങ്ങൾ ഫുഡ് പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ടാറ്റാ.